LibreOffice Base എന്നതിലെ സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ഒരു സബ് ഫോം സൃഷ്ടിക്കുക. ഇതിനായി നമുക്ക് പരിചിതമായ ലൈബ്രറി ഡാറ്റാബേസ് ഉദാഹരണത്തിൽ തുടരാം. ഇനി പറയുന്ന കേസ് നമ്മൾ പരിഗണിക്കും. ലൈബ്രറിയിലെ എല്ലാ അംഗങ്ങളുടെയും എങ്ങനെ പട്ടികപ്പെടുത്തണം. ഓരോ അംഗത്തിനും ആ അംഗം ഇതുവരെ മടക്കി നൽകാത്ത പുസ്തകങ്ങൾ മാത്രം എങ്ങനെ കാണാനാകും. ലൈബ്രറിയിലെ എല്ലാ അംഗങ്ങളെയും പട്ടികപ്പെടുത്തി ഒരു ഫോം സൃഷ്ടിക്കുക എന്നതാണ് ഒരു വഴി. പിന്നെ ഈ അംഗം ഇതുവരെ മടക്കി നൽകിയിട്ടില്ലാത്ത പുസ്തകങ്ങളെ പട്ടികപ്പെടുത്തുന്നതിന് ചുവടെ ഒരു സബ് ഫോം സൃഷ്ടിക്കുക. നമ്മൾ ഈ ഫോം രൂപകൽപ്പന ചെയ്താൽ നമുക്ക് ഫോം അപ്ഡേറ്റ് ചെയ്യുവാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു അംഗം ഒരു പുസ്തകം തിരികെ നൽകുമ്പോൾ നമുക്ക് ഈ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാൻ കഴിയും. കൂടാതെ നമ്മൾ രൂപകൽപ്പന ചെയ്യുന്ന ഫോമിന്റെ സാമ്പിൾ സ്ക്രീൻഷോട്ട് ഇതാ. ശ്രദ്ധിക്കുക, ഇത് ചുവടെ ഒരു സബ് ഫോം കാണിക്കുന്നു. നമ്മുടെ ലൈബ്രറി ഡാറ്റാബേസ് തുറക്കാം. നമ്മുടെ മുൻപത്തെ ട്യൂട്ടോറിയലുകളിൽ ഹിസ്റ്ററി ഓഫ് ബുക്സ് ഇഷ്യൂഡ് ടു മെമ്പേഴ്സ് ക്വറി നമ്മൾ സൃഷ്ടിച്ചു. ഇപ്പോൾ നമ്മുടെ പുതിയ ഫോം സൃഷ്ടിക്കുന്നതിനായുള്ള അടിസ്ഥാനമായി ക്വറി, മെമ്പേഴ്സ് ടേബിൾ എന്നിവ ഉപയോഗിക്കാം. ആദ്യം ക്വറി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ ചോദ്യം പകർത്തുക. തുടർന്ന് നമുക്ക് പേസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്വറി എന്നതിന്റെ പേരിൽ ഉള്ള പോപ്പപ്പ് വിൻഡോവിൽ നമുക്ക് ഒരു പുതിയ പേര് ടൈപ്പ് ചെയ്യാം, ബുക്സ് നോട്ട് റിട്ടേൺഡ്. ഇനി നമുക്ക് ബുക്സ് നോട്ട് റിട്ടേൺഡ് ക്വറി എഡിറ്റ് മോഡിൽ തുറക്കാം. ക്വറി ഡിസൈൻ വിൻഡോവിൽ ചെക്ക് ഇൻ ചെയ്യാത്ത പുസ്തകങ്ങൾ മാത്രം കാണിക്കുന്നതിന് ഒരു മാനദണ്ഡം ചേർക്കാം. ഇതിനായി ചെക്ക്ഡ് ഇൻ എന്നതിന് കീഴിൽ ക്രൈറ്റീരിയോൺ കോളത്തിൽ ഈക്വൽസ് 0 എന്ന് ടൈപ്പ് ചെയ്യാം. തുടർന്ന് എന്റർ അമർത്തുക. നമുക്ക് ഇപ്പോൾ ക്വറി സേവ് ചെയ്ത വിൻഡോ ക്ലോസ് ചെയ്യാം. മെയിൻ ബേസ് വിൻഡോവിൽ ലെഫ്റ്റ് പാനലിൽ ഫോംസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ഫോം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് പരിചിതമായ ഫോം വിസാർഡ് കാണാം. നമുക്ക് ഫോം സൃഷ്ടിക്കുന്നതിന് ഇടതുവശത്തുള്ള 8 സ്റ്റെപ്പുകളിലൂടെ പോകാം. സ്റ്റെപ്പ് 1 ഫീൽഡ് സെലക്ഷനിൽ നമുക്ക് ടേബിൾ മെമ്പേഴ്സ് തിരഞ്ഞെടുക്കാം. തുടർന്ന് നമുക്ക് എല്ലാ ഫീൽഡുകളും വലതുവശത്തേക്ക് മാറ്റാം. നമുക്ക് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ സ്റ്റെപ്പ് 2 സെറ്റപ്പ് എ സബ് ഫോം എന്നതിൽ ആണ്. അതിനാൽ ഇവിടെ നമുക്ക് ആഡ് സബ് ഫോം ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുക. എന്നിട്ട് സബ് ഫോം ബേസ്ഡ് ഓൺ മാനുവൽ സെലക്ഷൻ ഓഫ് ഫീൽഡ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സ്റ്റെപ്പ് 3 ആഡ് സബ് ഫോം ഫീൽഡ്സ് എന്നതിൽ പോകാം. കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് നമ്മൾ ഡിസൈൻ ചെയ്ത നമ്മുടെ പുതിയ ക്വറി ഇവിടെ കോൾ ചെയ്യും. അതിനാൽ ടേബിൾസ് ഓർ ക്വറീസ് എന്നതിൽ ക്വറി ബുക്സ് നോട്ട് റിട്ടേൺഡ് തിരഞ്ഞെടുക്കാം. കൂടാതെ ലഭ്യമായ പട്ടികയിൽ നിന്ന് വലതുവശത്തേക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതുപോലെ നമ്മൾ നീക്കും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 4 ഗെറ്റ് ജോയിന്റ് ഫീൽഡ്സ്. ഇവിടെ നമ്മൾ ആദ്യത്തെ 2 ഡ്രോപ്പ് ഡൗണുകളിൽ നിന്ന് മെമ്പർ ഐഡി ഫീൽഡ് തിരഞ്ഞെടുക്കും. കാരണം ഇത് ബന്ധപ്പെട്ട ഒരേയൊരു ഫീൽഡ് മാത്രമാണ്. കൂടാതെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 5 അറേഞ്ച് കൺട്രോൾസ്. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കും, ഫോം, സബ് ഫോം എന്നിവയ്ക്കായുള്ള ഡേറ്റ ഷീറ്റ്. കൂടാതെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 6 സെറ്റ് ഡേറ്റ എൻട്രി. ഇവിടെ ഓപ്ഷനുകൾ ഉള്ളതുപോലെ തന്നെ വിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 7 അപ്ലൈ സ്റ്റൈൽസ്. നമുക്ക് ഫോം എന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രേ തിരഞ്ഞെടുക്കാം. അവസാന സ്റ്റെപ്പിലേക്ക് പോകുക. സ്റ്റെപ്പ് 8 സെറ്റ് നെയിം. ഇവിടെ നമ്മുടെ ഫോമിന് ഒരു വിവരണാത്മക നാമം കൊടുക്കാം, മെമ്പേഴ്സ് ഹു നീഡ് ടു റിട്ടേൺ ബുക്സ്. കൂടാതെ നമ്മൾ കൂടുതൽ മാറ്റങ്ങൾ വരുത്തുവാൻ പോകുന്നതിനാൽ മോഡിഫൈ ഫോം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം.
ഫോം ഡിസൈൻ വിൻഡോയിൽ രണ്ട് ടാബുലാർ ഡാറ്റ ഷീറ്റ് ഏരിയകൾ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. മുകളിലുള്ളതിനെ ഫോം എന്നും ചുവടെയുള്ളതിനെ സബ് ഫോം എന്നും വിളിക്കുന്നു. ഇപ്പോൾ ഫോമിന് മുകളിൽ ഒരു ലേബൽ ചേർക്കാം. മുകളിലുള്ള ഫോം കൺട്രോൾസ് ടൂൾബാറിൽ ലേബൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഫോം അത് വരയ്ക്കാം. ലേബൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതിന് പ്രോപ്പർട്ടീസ് നൽകുന്നു. ഇവിടെ നമ്മൾ ലേബലിന് എതിരായി മെമ്പേഴ്സ് ഓഫ് ദ ലൈബ്രറി എന്ന് ടൈപ്പ് ചെയ്യും. കൂടാതെ ഫോണ്ട് സ്റ്റൈൽ ഏരിയൽ, ബോൾഡ്, സൈസ് 12 എന്നിവയിലേക്ക് മാറ്റുക. അതുപോലെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതുപോലെ സബ് ഫോമിന് മുകളിൽ രണ്ടാമത്തെ ലേബൽ ചേർക്കാം. ലിസ്റ്റ് ഓഫ് ബുക്സ് ടു ബി റിട്ടേൺഡ് ബൈ ദ മെമ്പർ കോൾ ചെയ്യുക. അടുത്തതായി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഫോമിന്റെ ദൈർഘ്യം ചുരുക്കാം. എന്നിട്ട് നമുക്ക് ഫോമിലെ നെയിം ഫീൽഡിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാം. അതുപോലെ നമുക്ക് സബ് ഫോമിലെ ബുക്ക് ടൈറ്റിൽ ഫീൽഡിന്റെ നീളം കൂട്ടാം. നമുക്ക് ഇവിടെ ഫോണ്ടുകൾ ഏരിയൽ, ബോൾഡ്, സൈസ് 8 എന്നിവയാക്കി മാറ്റാം. കൂടാതെ ഫോമിനായി ബാക്ക്ഗ്രൗണ്ട് കളർ വെള്ളയായും സബ് ഫോം ബ്ലൂ 8 എന്നിവയായും മാറ്റുക. അടുത്തതായി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹൈഡ് കോളം ഓപ്ഷൻ തിരഞ്ഞെടുത്ത് മെമ്പർ ഐഡി കോളം മറയ്ക്കാം. ശരി, നമ്മൾ പൂർത്തിയാക്കി. അതിനാൽ നമുക്ക് ഫോം ഡിസൈൻ സേവ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യാം. മെയിൻ ബേസ് വിൻഡോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് മെമ്പേഴ്സ് ഹു നീഡ് ടു റിട്ടേൺ ബുക്സ് തുറക്കാം. അവിടെ ഫോം ഉണ്ട്. അപ്പ്, ഡൗൺ ആരോ കീകൾ ഉപയോഗിച്ച് മെമ്പേഴ്സിനെ ബ്രൗസ് ചെയ്യാം. അല്ലെങ്കിൽ വിവിധ മെമ്പേഴ്സിന്റെ പേരുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്. ചുവടെയുള്ള സബ് ഫോം പുതുക്കുകയും തിരികെ നൽകേണ്ട പുസ്തകങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. സബ് ഫോമിൽ നമുക്ക് ഏതെങ്കിലും റെക്കോർഡ് തിരഞ്ഞെടുക്കാം. കൂടാതെ ആക്ച്വൽ റിട്ടേൺ ഡേറ്റ് ഫീൽഡിൽ 12/7/11 എന്ന് ടൈപ്പ് ചെയ്ത് ചെക്ക്ഡ് ഇൻ ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്റർ അമർത്തുക. ചുവടെയുള്ള ഫോം നാവിഗേഷൻ ടൂൾബാറിൽ റിഫ്രഷ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഫോം പുതുക്കാം. നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ഇനി ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധിക്കുക. ഇതിനർത്ഥം പുസ്തകം മടക്കി നൽകുകയോ ചെക്ക് ഇൻ ചെയ്യുകയോ ആണ്. അതുകൊണ്ട് സബ് ഫോം ഉള്ള ഫോം ഇതാ. ഇത് സബ്ഫോംസ് ഇൻ ലിബ്രെഓഫീസ് ബേസ് എന്ന ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തുന്നു. ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത്: ഒരു സബ്ഫോം സൃഷ്ടിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ്. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.